അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പാൽക്കപ്പയുടെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരി വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് 2-3 വെള്ളം കഴുകി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മരിച്ചിനി വേകുന്ന നേരം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട്. ഒരു 10 ചെറിയ ഉള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു 7-8 കാന്താരി മുളക്, അതെല്ലാം നിങ്ങളുടെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതൊന്ന് വറവിടാനായിട്ടുള്ളത് ഒരു 3 മുതൽ കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, 2-3 പച്ചമുളക്, ഇതും കൂടെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് വെന്ത കപ്പ ഊറ്റിയതിന് ശേഷം നമുക്ക് ഒരു കടായിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചതച്ച് വെച്ച കൂട്ടുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം തേങ്ങയാണ്. അതിൻ്റെ 2ാം പാലാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ചെറു തീയിലിട്ട് നമുക്കൊരു മേഷർ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഉടയ്ക്കുമ്പോൾ പാത്രത്തിൽ തട്ടാത്ത രീതിയിലാണ് ഞാൻ ഉടച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് കടായി ആയതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ബാക്കി ഇരുന്ന കപ്പ കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന ഒരു കറണ്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആദ്യം പിഴിഞ്ഞു വെച്ച ആദ്യത്തെ പാല് ഒഴിച്ചു കൊടുക്കാം. അതൊരു 1 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി എടുത്തത്. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നല്ലൊരു മണമാണ്. തേങ്ങാപ്പാലും കപ്പയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു മണമാണ്. അപ്പോഴേ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച വറവിനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. തന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണും പോലെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ മുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് കരിയാൻ നിൽക്കരുത്. ഈ ഒരു കളറിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കപ്പയുടെ കളർ അങ്ങ് മാറിപ്പോകും. പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി മട്ടൻ കറിയുടെ കൂടെയാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. മട്ടനായാലും ബീഫായാലും ചിക്കനായാലും മുളക് കറി ആയാലും എന്ത് തന്നെ ആയാലും നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. സത്യം പറയാമെങ്കിൽ കറികളൊന്നുമില്ലാതെ ഒരു സ്പൂൺ വെച്ചിട്ട് വെറുതെ കോരി കഴിച്ച് ഒരു ഗ്ലാസ് കട്ടനും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എന്നും പറഞ്ഞ് ഇങ്ങനെ കഴിക്കുമ്പോൾ കൊള്ളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കറി ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പാൽക്കപ്പയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാൽക്കപ്പയാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.